ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ഒരു പകൽ പൂർത്തിയാകും മുൻപ് വീണ്ടും ജയിലിലേക്ക്. ഇന്ന് രാവിലെ 3:45ഓടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദച്ചാമിയെ 10:40ഓടെ കണ്ണൂർ നഗരത്തിൽ വെച്ച് പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു. ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തത് ഒരു മാസം മുൻപേ എന്ന് ഗോവിന്ദച്ചാമിയുടെ മൊഴി. ജയിലിൽ ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. ഗോവിന്ദച്ചാമിയെ നാളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റും. പുലർച്ചെ 3:30-നും 3:45-നും ഇടയിലായിരുന്നു കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. ആസൂത്രണം ചെയ്തത് 28 ദിവസങ്ങൾക്ക് മുമ്പ്. സഹതടവുകാരനായ തമിഴ്നാട് സ്വദേശിയും ഗൂഢാലോചനയിൽ പങ്കാളിയായി. ദിവസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ B10 ബ്ലോക്കിലെ സെല്ലിന്റെ കമ്പി അറുത്തുമാറ്റി. അതുവഴി നൂണ്ട് പുറത്തേക്ക്. സഹതടവുകാരന് ഇതുവഴി കടക്കാനായില്ല. പിന്നാലെ അയാളെ ഉപേക്ഷിച്ച് ഗോവിന്ദച്ചാമി പുറത്തേക്ക്. ജയിലിൽ വെള്ളം കൊണ്ടുവരുന്ന 2 വീപ്പകൾ അടുക്കി വെച്ച് അതിനു മുകളിലൂടെ ആദ്യത്തെ മതിൽ ചാടി. പുതപ്പും വസ്ത്രങ്ങളും ഉപയോഗിച്ച് വടമുണ്ടാക്കി അതുവഴി പ്രധാന മതിൽ ചാടി. പുലർച്ചെ മണിക്കൂറുകളോളം ഇടവഴിയിൽ രക്ഷപ്പെടാനുള്ള വഴി തേടി കാത്തിരിപ്പ്. പുലർച്ചെയോടെ കാൽനടയായി കണ്ണൂർ നഗരത്തിലേക്ക്. 7 മണിയോടെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവരം ജയിൽ അധികൃതർ പോലീസിനെ അറിയിക്കുന്നു. പിന്നാലെ പോലീസ് നഗരത്തിലാകെ വലവിരിച്ചു. 9:15ഓടെ കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് വെച്ച് വഴിയാത്രക്കാരൻ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞത് നിർണായകമായി. ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഗോവിന്ദച്ചാമി എന്നാണ് പൂക്കിയതാണ്. പൂക്കിയ സമയത്ത് ആ പുള്ളിക്കാരൻ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്ത ഇടയിലൂടെ കയറി ആ കാടിലേക്ക് അങ്ങോട്ട് ഒറ്റ കൈ കൊണ്ട് ആ ഗടങ്ങെടുത്ത് തുള്ളുന്നത്. ആ സമയത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന വ്യക്തിയോട് നമ്മൾ പിടിക്കാൻ പറഞ്ഞു. പിന്നാലെ ഗോവിന്ദച്ചാമി DCC ഓഫീസിന് മുന്നിലുള്ള കാട്ടിൽ ഒളിച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് പ്രദേശം അരിച്ചു പറക്കി. അതിനിടെ സ്റ്റാറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് പിന്നിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച ഗോവിന്ദച്ചാമിയെ 1.5 മണിക്കൂറോളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അങ്ങനെ ലഭിച്ച ഇൻഫർമേഷനിൽ ശരിയായിട്ടുള്ളതും തെറ്റായതുമായ ഇൻഫർമേഷൻസ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വന്നിരുന്നു. അങ്ങനെ ലഭിച്ചൊരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് തളാപ്പ് ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ബിൽഡിംഗിന്റെ പരിസര പ്രദേശത്ത് നിന്ന് അതിന്റെ കിണറ്റിനുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. തുടർന്ന് തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. വൈകിട്ടോടെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഗോവിന്ദച്ചാമിയെ ഹാജരാക്കി. മണിക്കൂറുകളോളം നീണ്ട പിരിമുറുക്കങ്ങൾക്കൊടുവിൽ ഗോവിന്ദച്ചാമി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഗോവിന്ദച്ചാമിയെ നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ഷിജിത് കണ്ണൂരിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.